താങ്ക് യു അജിൻ ഡോക്ടർ. അപ്പൊ നമുക്ക് മലയാളം സെക്ഷൻ തുടങ്ങാം. ഇന്ന് IFPHന്റെ 2030 ദിവസമാണ്. അപ്പൊ ഇന്നത്തെ മലയാളം സെക്ഷൻ വെബിനാറിലേക്ക് എല്ലാ ഹോമിയോപ്പതി സ്നേഹിതരെയും ഹോമിയോപ്പതി ഡോക്ടർമാരെയും സ്റ്റുഡൻസിനെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു നിമിഷം ഈശ്വരനെ ധ്യാനിക്കാം. നന്ദി. ഇന്ന് നമ്മുടെ മലയാളം സെക്ഷന്റെ അതിഥിയായി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത് ഡോക്ടർ സാദത്ത് സേഠിനെയാണ്. അദ്ദേഹം നമ്മുടെ കൊച്ചിയിലെ ഡോക്ടർ സൈറ്റ്സ് ഹോമിയോപ്പതി ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ആണ്. 27 വർഷത്തെ ചികിത്സാ പരിചയം അദ്ദേഹത്തിനുണ്ട്. ഇന്ന് അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിന്റെ ചികിത്സാനുഭവങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ സാദത്ത് ഡോക്ടറിനെ എല്ലാ ആദരവോടും കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ. അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം ഡോക്ടർ, കേൾക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. പുതിയ ആളായതുകൊണ്ട് എനിക്ക് പേര് കിട്ടിയില്ല. അഞ്ജിത. ഓക്കെ, നമ്മുടെ സ്ഥിരം ഫേസ് മാറിയിട്ട് ആള് മാറിയതുകൊണ്ട് ഡൈനാമിക് പേഴ്സണാലിറ്റി IFPH മലയാളം സെഷൻ മോഡറേറ്റർ. നമുക്ക് ഇന്ന് സാധാരണ ഇപ്പൊ എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസസിൽ കുറച്ച് കാര്യങ്ങൾ, വലിയ കാര്യങ്ങളൊന്നും പറയണില്ല, കുറച്ച് റെസ്പിറേറ്ററി. ഇന്നിപ്പോ നമ്മളെ ഏറ്റവും കേൾക്കാമല്ലോ? ഏറ്റവും കൂടുതൽ ഇപ്പൊ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുമ നമ്മളുടെ അടുത്ത് വന്ന് കയറിപ്പെട്ടിരിക്കുന്നതാണ് ഇപ്പൊ ഏറ്റവും ചുമ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദീസ് കുറച്ച് നാളായിട്ടുള്ള ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് ചുമ. സത്യം ഡോക്ടർ മ്യൂട്ടായി. കേൾക്കാമോ ഇപ്പോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. ഈ ചുമ എന്ന് പറഞ്ഞാൽ അത് തീർത്തിട്ട് ബാക്കി റെസ്പിറേറ്ററിയിലോട്ടൊക്കെ കയറാം. ഇപ്പൊ മിക്കവാറും കിട്ടുന്ന പ്രശ്നം ചുമയാണ്. ചുമ എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്ന ചുമ പോലെ അല്ല ഇപ്പൊ വരുന്നത്. ഇറ്റ് ഇസ് ലിറ്റിൽ മോർ ടഫർ. പ്രത്യേകിച്ച് ആദ്യത്തെ പരിപാടി പറയണത് ഡോക്ടറെ ഒരു രക്ഷയില്ലാത്ത ചുമ. രാത്രിയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. രാത്രി എപ്പോഴാണെന്ന് പറയാൻ പറ്റുന്നില്ല. രാത്രി ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഉറങ്ങണില്ല. അല്ലെങ്കിൽ കുട്ടി എന്നുള്ളതല്ല, എനി വൺ, അത് പ്രായമായുള്ളവർ കൊല്ലാം, അമ്മമാരായാലും കൊല്ലാം, അച്ഛന്മാരായാലും കൊല്ലാം, യങ്സ്റ്റേഴ്സ് ആയാലും കൊല്ലാം, അഡോളസൻസ്, എവ്രിതിങ്. പക്ഷെ ഒരു കോമൺ പാറ്റേൺ കാണുന്നുണ്ട്. ചുമ, പനി ഒരു ദിവസം ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ പനി കാണുമ്പോൾ ഒരു ആന്റിബയോട്ടിക്സ് കഴിക്കും. ആന്റിബയോട്ടിക്സ് കഴിഞ്ഞാൽ പിന്നെ ചുമ പിന്നെ മാറണത് ഒരു 2 മാസം 3 മാസം. അവര് 2 3 4 കോഴ്സ് കഴിച്ചിട്ടാണ് പനി മാറുന്നത്, അല്ലെങ്കിൽ ചുമ കുറയണത് തന്നെ. അപ്പൊ അങ്ങനെ ഉള്ളവർ അല്ലെങ്കിൽ 1 2 കോഴ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മുടെ സ്ഥിരം പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 3 4 ദിവസം കഴിയുമ്പോഴത്തേനും, അല്ലെങ്കിൽ 2 3 ദിവസം കഴിയുമ്പോഴത്തേനും നമ്മളടുത്ത് എത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും പാറ്റേൺ ഇത് തന്നെ. രാത്രി ഉറങ്ങുമ്പോ ചുമ രാവിലെ ഉണ്ടെങ്കിലും ഉറങ്ങുമ്പോ ഭയങ്കര ചുമ. മിക്കവാറും കേസിൽ പക്ഷെ ഡ്രൈ കഫാണ്. നമ്മൾ ഓൺ എക്സാമിനേഷൻ റെയിൽസ് ഉണ്ടാവാറുണ്ട്, റോങ്ക് ഉണ്ട്, റെയിൽസ് ഉണ്ട്. ഡ്രൈ കഫ്, ബാർക്കിംഗ് കഫ്. ഓക്കെ, ഇതാണ് നമുക്ക് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് എനിക്ക് വല്ലാത്തൊരു പേടിയൊക്കെ ഉണ്ട്. നമ്മൾ പറയണ പോലെ അല്ല കാര്യങ്ങളും. നമ്മളുടെ മെഡിസിൻ കൊടുത്താലും 3 ദിവസം കൊണ്ട് കുറയണ സാധനം പിന്നെയും 4 5 ദിവസം എടുക്കുമ്പോഴാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങുന്നത്. എന്തുകൊണ്ട് കുറയുന്നില്ല, എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? അപ്പൊ അങ്ങനെ വരുമ്പോ ആദ്യം തന്നെ നമ്മൾ കേസ് മര്യാദയ്ക്ക് എടുക്കുക. കേസ് എടുക്കുമ്പോൾ തന്നെ ആദ്യം കിട്ടുന്നത് ഇതേ പാറ്റേൺ. ചുമ, പനിയുണ്ട്, ചിലപ്പോൾ പനിയില്ല, ബട്ട് സ്കൂളിലൊക്കെ പോണ കുട്ടികൾക്ക് പിറ്റേഴ്സും തന്നെ ചുമ കുറവും. ഒരു ചെറിയ കോൾഡ് വരും, പിന്നെ ചുമ വരും. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻ, അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്തൊക്കെ മെഡിസിൻസ് ചിന്തിക്കാം, എന്തൊക്കെ മെഡിസിൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പലരും പല വ്യത്യാസങ്ങൾ ഉണ്ടാവും, പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസസിൽ
ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെഡിസിൻ ഇസ് ഡ്രോസറ. ഡ്രോസറ, ഹയോസിയമസ്, ഇത് വൈബർണം പ്രൂണിഫോലിയ, ഈ 3 മെഡിസിനിൽ തുടങ്ങും. നോസ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ കാലിബൈക്ക് ആഡ് ചെയ്യും, അല്ലെങ്കിൽ കാലിബൈക്ക് മാത്രമായിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മെഡിസിൻസ് ഞാൻ ഉപയോഗിക്കുന്നത് പെർട്ടൂസിൻ, നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പെർട്ടൂസിൻ എന്ന് പറയുന്നത്, പെർട്ടൂസിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം അതിന്റെ കഫ് എന്താണെന്നും, അത്രയ്ക്കും ഡ്രൈ കഫാണ്. ഡ്രോസറ 30, 200, 1M, 10M ഹൈ പൊട്ടൻസിയിലോട്ട് ഞാൻ പോകണം. 30 നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. 30 ഒക്കെ 1 hourly 2 hourly വെച്ച് കൊടുക്കുന്നു ചില സമയത്തൊക്കെ. പക്ഷെ ക്യൂരിയസിലും കുറഞ്ഞിട്ട് നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്നത് 1 hourly 2 hourly കൊടുത്തിട്ട് ഒരു ദിവസം കൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് ദെൻ റിഡ്യൂസ് ദ ഡോസേജ്. വൈബർണം പ്രൂണിഫോളിയം ഇതുപോലെ തന്നെ. വൈബർണം പ്രൂണിഫോളിയത്തിന്റെ കഫ് എന്താണെന്ന് വെച്ചാൽ നൈറ്റ് കഫാണ്, ഡ്രൈ കഫാണ്. മിക്കവാറും നമുക്ക് കിട്ടുന്നത് നമ്മളുടെ അടുത്ത് വരുന്ന ഡയഗ്നോസിസ് നിങ്ങൾ ആദ്യം തന്നെ ഇവർ പേടിപ്പിക്കാനായിട്ട് എഴുതുന്നത് എന്താ? ബ്രോങ്കോന്യൂമോണൈറ്റിസ്. അതില് പേഷ്യന്റ് പെട്ടു. ഇപ്പൊ അലോപ്പതി ഹോസ്പിറ്റൽസിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പൊ അഡ്മിറ്റ് ചെയ്യണം. ബ്രോങ്കോന്യൂമോണൈറ്റിസ് ആണ്, അതാണ് അടുത്തത്, ലങ് ഡാമേജ് വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും. അങ്ങനെയുള്ള കേസുകളാണ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മിക്കവാറും ഫസ്റ്റ് മെഡിസിൻസ് ട്യൂബർക്കുലോസിസ്, ട്യൂബർക്കുലിൻ, ഡ്രൈ കഫ്, ട്യൂബർക്കുലർ ആക്ടിവിറ്റി. കുട്ടി കുറച്ചും കൂടി ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ ഈ ടാരന്റുലയുടെ എത്തേണ്ട ചെറിയൊരു അവിടെ ഇരിക്കില്ല ഇവിടെ ഇരിക്കില്ല അങ്ങനെയൊക്കെയുള്ള കേസുകൾ, അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ട്യൂബർക്കുലർ മയാസിൻ ഇൻ ദ ഫാമിലി എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, ആന്റിമയാസ്മറ്റിക് ആയിട്ട് 1 dose ഓഫ് ട്യൂബർക്കുലിൻ ടു സ്റ്റാർട്ട് വിത്ത്. ഓക്കെ, പിന്നെ കൊടുക്കേണ്ട മെഡിസിൻസ് എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ കേസ് എടുക്കുമ്പോൾ തന്നെ സിംറ്റമാറ്റിക് മെഡിസിൻസ് കിട്ടും. മിക്കവാറും ഹയോസിയമസ് ഓഫ് ലേറ്റ് ഭയങ്കര റെസ്പോൺസ് ആയിട്ട് വരുന്നുണ്ട്. ഓഫ് ലേറ്റ് വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ യുവില ഇലോങ്ങേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്ന യുവില ഇലോങ്ങേറ്റഡ് ആയിട്ട് ഞാൻ വരുന്ന കേസുകളിൽ ഓക്കെ കഫ് മെഡിസിൻസിൽ ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിലോട്ട് വരാം. പക്ഷെ അതിന് മുമ്പ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ നോക്കാം. കൂടുതൽ മെഡിസിൻസ് കൊടുക്കുന്നത് ക്രോക്കസെറ്റൈവയുടെ പ്ലസ് ഹയോസിയമസ്, ഇത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ക്രോക്കസെറ്റൈവയുടെ നല്ല ഡ്രൈ ആണ്, ഓക്കെ. പക്ഷെ ഹയോസിയമസിന്റെ കുറച്ച് പ്രൂപ്പുള്ള പോലെയും കുറച്ച് വെറ്റ് കഫ് എന്നൊക്കെ പറയാം. പക്ഷെ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും ഇലോങ്ങേറ്റഡ് ഉപയോഗിക്കുകയാണ്. അഗ്രവേഷൻ നൈറ്റ് ആണ്, രണ്ടിനും റിവേലേറ്റഡ് ഇതുണ്ട്. നമ്മൾ ചിലപ്പോൾ ചെറിയ റോങ്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹയോസിയമസും, വിത്തൗട്ട് റോങ്കെ ആണെങ്കിൽ ക്രോക്കസ് കാക്ടയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഡിഫറൻഷ്യേറ്റ്. കുറെ കാര്യങ്ങൾ വേറെ ഉണ്ട്, പക്ഷെ നമുക്ക് എപ്പോഴും എല്ലാ സിംറ്റംസും കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ ഓൺ ദ സ്പോട്ട് നമുക്ക് 2 മിനിറ്റിനുള്ളിൽ കേസ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊന്ന് ചെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വെട്ടാണ്, യുവിലയുണ്ട്, ഇലോങ്ങേറ്റഡ് യുവിലയാണ്, ലൈങ് ഡൗൺ നൈറ്റ്. ബെസ്റ്റ് തിങ് ഇസ് ക്രോക്കസും ഹയോസിയമസും നമുക്ക് അപ്പ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ കേസിൽ അടുത്തത് നൈറ്റിൽ ഡ്രോസറയുടെ സിംറ്റംസ് ഞാൻ പറയണ്ട, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ റൂമെക്സിനും നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ കൊടുക്കുന്ന മെഡിസിൻസിൽ പറയാൻ പാടുണ്ടോ എന്നുള്ളത് അറിയില്ല. ബട്ട് ഐ ഹാവ് ടു ടെൽ യു ദാറ്റ് നമ്മൾ കഴിഞ്ഞ കോവിഡിന് ഞങ്ങളൊരു മെഡിസിൻ ഉണ്ടാക്കി വെച്ചു. അതിന്റെ പേര് സാദത്ത് 200 എന്നാണ്. അപ്പൊ പേര് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മെഡിസിൻ ഞാൻ പറയാം, അതെന്നെ പേഴ്സണലി വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കാരണം അത് ഓപ്പൺ ആയിട്ട് ഇപ്പൊ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പേര് കൊടുത്തിട്ടുള്ളത് സാദത്ത് 200 എന്നാണ്. പക്ഷെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കോവിഡിന്റെ സമയത്തുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ പകുതി നിങ്ങൾക്ക് കിട്ടിയെന്നർത്ഥം. ആ മെഡിസിൻ ഇപ്പൊ നല്ലോണം എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്.
കാരണം വെച്ചാൽ എനിക്ക് കോവിഡ് വന്നിരുന്ന ഒരു പ്രാവശ്യം വന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ സിംറ്റം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചുമയായിരുന്നു. അതേ പ്രൊസീജിയർ ഇപ്പോഴത്തെ ചുമയിലും കാണുന്നുണ്ട്. കോവിഡിന്റെ ചില ഡോക്ടേഴ്സ് ഈവൻ പീഡിയാട്രീഷ്യൻസ് വരെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ചുമ ചില കോവിഡിന്റെ വേരിയന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി കോവിഡ്, പക്ഷെ സിംറ്റംസും കാര്യങ്ങളും ഒക്കെ കോവിഡിന്റെ മൈൽഡർ ഫോംസിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ മെഡിസിൻ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അത് നിങ്ങൾ പേഴ്സണലി വിളിച്ചാൽ ഞാൻ പറയാം. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ ഓപ്പൺ ആയിട്ട് പറയാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് മാത്രമേ ഞാൻ പറയാത്തത്. ഈ വൈബർണം പ്രൂണിഫോളിയം നിങ്ങൾ ബോറിക്കിൽ എടുത്ത് നോക്കിയാൽ ഇറ്റാലിക്സിൽ നൈറ്റ് കഫാണ്. ഡ്രൈ കഫ്, നൈറ്റ് കഫ്. ഒലിയം സെന്റാലയും കൂടി നമുക്ക് നോക്കാം. പക്ഷെ ഒലിയം സെന്റാലെ നമുക്ക് കിട്ടാൻ പാടാണ് ഇപ്പോൾ. അത് ഇസ് വെരി എക്സ്പെൻസീവ് ആണ്. നിങ്ങളുടെ ഉണ്ടോന്ന് അറിയില്ല, എൻ്റെ അടുത്തുണ്ട്, ഞാനത് ഉപയോഗിക്കാറുണ്ട്. ഒലിയം സെന്റാലെ ഇസ് ഓൾസോ വെരി ഗുഡ് അഗ്രവേഷൻ നൈറ്റ്. നിങ്ങൾക്ക് 30 ആയാലും കിട്ടും. പക്ഷെ ഒലിയം സെന്റാലെ 3x ആണ് കുറച്ചും കൂടി ബെറ്റർ. 3x എന്ന് പറയുന്നത് നല്ല എക്സ്പെൻസീവ് ആണ്. ഓൾമോസ്റ്റ് ടെഞ്ചറിന് ഒലിയം സെന്റാലെ 100 ml 8,000 rupees ആണ് ഇപ്പൊ ബാക്സിന്റെ വരുന്നത്. അപ്പോ ആ ഒരു ഇത് പിന്നെ ചില സമയത്ത് ഈ ഇങ്ങനെയുള്ള ചുമയില് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നുണ്ട്. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് എ ഡെങ്കു. നമ്മൾ ഡെങ്കു ചെക്ക് ചെയ്താലും ഡെങ്കു, കാരണം വൈറൽ ഫീവറിൽ പ്ലേറ്റ്ലെറ്റ് ത്രോംബോസൈറ്റോപീനിയ മാത്രമല്ല ഈവൻ എല്ലാ സെൽസും കുറയുന്നുണ്ട്. ഇഫ് യു ക്യാൻ ഗെറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ഡൺ, നിങ്ങൾ CBC ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ല്യൂക്കോസൈറ്റ്സ് കുറയും. അതൊക്കെ ഒരു വൈറൽ ഫീവറിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ല്യൂക്കോസൈറ്റ്സ് കുറയും, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും, ബാക്കിയെല്ലാം കൂടെ. അപ്പോൾ നമ്മൾ പാനിക്കായിട്ട് നമ്മൾ ഡെങ്കു പോലും ചെക്ക് ചെയ്യും. ഡെങ്കു ആയിരിക്കില്ല, 90% കേസിലും ഡെങ്കു അല്ല. അങ്ങനെയുള്ള കേസിൽ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് നമ്മളുടെ എക്സ്റേ വരുന്നുണ്ട്. ഫോസ്ഫറസ് കഴിഞ്ഞിട്ടേ മെഡിസിൻ ഉള്ളൂ. എക്സ്റേ, റേഡിയം ബ്രോമൈഡ് നല്ലൊരു മെഡിസിൻ ആണ് ചുമയ്ക്ക്. ഓക്കെ, റേഡിയം ബ്രോമൈഡ്, എക്സ്റേ, ഫോസ്ഫറസ് വിത്ത് ഈ സിംറ്റംസും വിത്ത് ഫീവറും വൈറൽ ഫീവറിന്റെ എല്ലാ സിംറ്റംസും കവർ ചെയ്യുന്ന ഒരു സാധനമാണ് ഫോസ്ഫറസ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന 2 പുതിയ മെഡിസിൻസ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ ദ താങ്ക്സ് ടു ഡോക്ടർ ചന്ദ്രഭാനു. ഓക്കെ, ഒന്ന് ആസിഡ് സക്സിനം എന്ന് പറഞ്ഞ മെഡിസിൻ ആണ്. ആസിഡ് സക്സിനം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ സക്സിനം കോമ്പൗണ്ട് ആയിട്ട് കിട്ടും. ഓക്കെ, അത് 30 കിട്ടും, 200 ഇറ്റ്സ് ദ സെയിം. അല്ലെങ്കിൽ ചിലയിടത്ത് നിങ്ങൾക്ക് കിട്ടുക ഡൈകാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക മെഡിസിൻ. ആസിഡ് സക്സിനം ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഈവൻ ടു ഇൻക്രീസ് ദ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും പാൻസൈറ്റോപീനിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസുകളിൽ നല്ല റിസൾട്ട്സ് ഉണ്ടാക്കുന്ന ഒരു മെഡിസിൻ ഒന്നാണ് ആസിഡ് സക്സിനം. ഓക്കെ, അതിന്റെ കൂടെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ബെറീലിയം. ഓക്കെ, ആ ബെറീലിയവും ഇറ്റ് ഗിവ്സ് യു മച്ച് ബെറ്റർ റിസൾട്ട്സ് വിത്ത് ദ പാൻസൈറ്റോപീനിയ വന്നിട്ടുണ്ടെങ്കിൽ. അത് ലുക്കീമിയയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സാധാരണ വൈറൽ ഫീവറിലും പാൻസൈറ്റോപീനിയ വന്നാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന മെഡിസിൻസിൽ ഒന്നാണ് ഈ ബെറീലിയവും ആസിഡ് സക്സിനും. ഓക്കെ, 30 ആയിട്ട് കിട്ടും. യു ക്യാൻ സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് ഇഫ് യു വോണ്ട് ടു. പിന്നെ ഹിപ്പോസിയാനിയം എന്ന് പറഞ്ഞ മെഡിസിൻസ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഓൾഡ് ഏജ് കഫാണ്. ഓൾഡ് ഏജ് കഫിന്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന മെഡിസിനിൽ ഒന്നാണ് ഹിപ്പോസിയാനിയം. പക്ഷെ ഇപ്പോഴത്തെ ചുമ ഭയങ്കര ഈ വയസ്സന്മാര് ചുമക്കണ പോലെയാണ്, ഭയങ്കര ശബ്ദം. അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ ക്രിപ്സും അല്ലെങ്കിൽ റോങ്കേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും COPD ഒന്നും കാണണമെന്നില്ല. ഓക്കെ, ഹിപ്പോസിയാനിയം ക്യാൻ ബി തോട്ട് അബൌട്ട് ഇൻ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഫോർ ഇപ്പോഴത്തെ ചുമയ്ക്കും നമുക്ക് ഹിപ്പോസിയാനിയം നല്ലോണം യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിനാണ് അരേലിയ. ഇപ്പോഴത്തെ ചുമച്ച് ചിലപ്പോൾ ഒരു വീസിങ് പോലെ വരും. ഓക്കെ, നമുക്ക് ഡ്രോസറ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഒരു സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന മെഡിസിൻ ആണ് ഡ്രോസറയും ഈ അരേലിയയും.
അരേലിയ 30-ഓ ടിഞ്ചറോ 3X നിങ്ങളുടെ കയ്യിൽ ഏതാണെന്നുള്ളത് പറഞ്ഞാൽ അത് കൊടുത്താലും ഇറ്റ് ഗീവ്സ് യു ബെസ്റ്റ് റിസൾട്ട്. അരേലിയയുടെ രാത്രി ചുമ കുറഞ്ഞോളും, നല്ലോണം കുറയും. ഓക്കെ. ക്രോക്കസ് മറ്റേ ക്രോക്കസ് കാക്ടി നല്ലൊരു മെഡിസിൻ ആണ്. ഓക്കെ. ഈ രണ്ട് മെഡിസിൻസും ഒരു പുതിയ നമ്മൾ കുറച്ച് നാളായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻസിൽ ഒന്നാണ് ആസിഡ് സച്ചിനോ ബെറിലിയം മെറ്റോ. ഓക്കെ. പിന്നെ സെനേഗ 3X. കാരണം ഇതൊക്കെ സെനേഗ ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ആ കോവിഡിന്റെ ഒരു എക്സ്പീരിയൻസിലാണ്. ഓക്കെ. ഈ ഡ്രൈ കഫ്സും രാത്രി കഫും രാത്രി ചുമയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം മരിച്ചു പോകുന്നുള്ള അത്രയ്ക്കും പേടിച്ചിട്ടായിരിക്കും പിള്ളേർ രാത്രി 12 മണിക്കൊക്കെ ഇപ്പം നമുക്ക് കോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പാരന്റ്സിന്റെ. ഒരു രക്ഷയിലാണ്. ഞാൻ ചിലപ്പോൾ ക്ലിനിക്കിൽ വന്നിട്ട് പിന്നെ മെഡിസിൻ എടുത്ത് കൊടുക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സെനേഗ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ചുമയ്ക്കും. ഇറ്റ് ക്യാൻ പ്രിവെന്റ് ഇത് നമ്മുടെ ലങ്സ് ഡാമേജ് പ്രിവെന്റ് ചെയ്യും. അതുപോലെ ന്യൂമോകോക്സിൻ, ബ്രോങ്കോ ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മിക്കവാറും കേസുകൾ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ തിങ്ക് അബൌട്ട് ന്യൂമോകോക്സിൻ ഒരു ഡോസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചുമയുടെ ഡ്യൂറേഷൻ യു ക്യാൻ കട്ട് ഷോർട്ട്. ഇനി ന്യൂമോകോക്സിൻ നിങ്ങൾക്ക് 30 ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാൻ അങ്ങനെയും കൊടുക്കുന്ന ആളാണ്. ഓക്കെ. ഇന്നതുപോലെ ഒരു ഡോസ് എന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഫോർ മീ. ഞാൻ അത്രയും സിറ്റുവേഷൻസിൽ ഞാൻ പോവാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻസിൽ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസിലൊന്നാണ്. ഹൈ പൊട്ടൻസിയിലോട്ട് പോവാതെ ന്യൂമോകോക്സിൻ മെഡിസിൻ ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. ന്യൂമോകോക്സിൻ ഡോസോഡായിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഒരു ഹൈ പൊട്ടൻസി സിംഗിൾ ഡോസും 2 ഡോസൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യണം. പെർടൂസിൻ ഓൾസോ യു ക്യാൻ ഗിവ് ഇറ്റ് എവറി 1 hourly 2 hourly. ഓക്കെ. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഈ ജസ്റ്റീഷ്യൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ജസ്റ്റീഷ്യനാളും കൂടുതൽ നമുക്ക് എഫക്ട് വരുന്നത് ജിഞ്ചിബർ ആണ്. ജിഞ്ചിബർ പനി കഴിഞ്ഞിട്ടുള്ള ചുമയെന്ന് പറഞ്ഞാൽ എറിയോഡിക്റ്റ് ആണ്. ജിഞ്ചിബറിന്റെ ടിഞ്ചർ നമ്മൾ ടോണിക് ആക്കിയിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് കുട്ടികൾ. ഓക്കെ. ഷുഗർ ഓഫ് മിൽക്ക് മറ്റേ കാരമല് നമുക്ക് കിട്ടും, ട്രസ്റ്റ് ഫാർമസിക്കൊക്കെ ഉണ്ട്. അത് കുട്ടികൾക്ക് നമുക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും മെഡിസിൻസ് നമുക്ക് റെസ്പിറേറ്ററി ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ചിലപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ സ്നീസിങ് വരും, ലൈസിൻ രാവിലെ ഇത് വരും, ലാക്കസിസും കാക്ടസും വരും. ചുമച്ച് ചിലപ്പോ അവര് പറയും നെഞ്ചത്തൊക്കെ ഒരുമാതിരി കെട്ടിവെച്ചിട്ടുള്ള പോലെ അല്ലെങ്കിൽ ഒരുമാതിരി കൺസ്ട്രക്റ്റഡ് ഫീൽ ചെയ്യും. കാക്ടസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. കാക്ടസ് 13 അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഗ്രൻഡേലിയ യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഡിസ്നി അതിന് ഡിസ്നിയ വരും. ചുമച്ച് ഒരുമാതിരി എന്താ പറയാ. പക്ഷെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ചെസ്റ്റ് ക്ലിയർ ആകും. നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ചെസ്റ്റ് ക്ലിയർ ആകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗ്രൻഡേലിയക്ക് പകരം നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഈ അരേലിയയും പിന്നെ ഞാനിപ്പോ പറഞ്ഞ മെഡിസിൻ ഏതായിരുന്നു, സെനേഗയൊക്കെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാവുന്ന മെഡിസിൻസിലാണ്. ഓക്കെ. പിന്നെ അടുത്ത റേഞ്ച് ഇപ്പൊ ഇതിലൊക്കെ വ്യത്യാസം വന്നിട്ട് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറയും സൾഫർ ഒരു ഡോസ് കൊടുക്കുന്ന. സൾഫർ എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് സൾഫറിന് റിസൾട്ട്സ് കിട്ടിയിട്ടില്ല. മിക്കവാറും കിട്ടിയിട്ടുള്ളത് ട്യൂബർകുലിനത്തിനാണ്. ട്യൂബർകുലിനത്തിന് ഏത് കൊടുക്കണം എന്ന് വെച്ചാൽ കോക്സ് ട്യൂബർകുലിനം കൊടുക്കണം. അവേറെ അല്ലെങ്കിൽ അവേറെ നല്ലതാണ്. പിക്സ് ലിക്വിഡ is also one of the best medicines. because കോക്സ് ട്യൂബർകുലിനം കൊടുക്കുക, അതിനാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ. അവേര ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. പിക്സ് ലിക്വിഡ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. പിക്സ് ലിക്വിഡ ഒക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഹൗ എഫക്റ്റീവ് ഇതാണെന്നുള്ളത്. ഓക്കെ. പിക്സ് ലിക്വിഡ great cough medicine, bronchial irritation after influenza. Natramur, one of the best medicines. after influenza ക്ക് പറ്റുന്ന ഒരു മെഡിസിൻ ആണ് കഫ് ആഫ്റ്റർ ഇൻഫ്ലുവൻസ. കഫ് ആഫ്റ്റർ ഫീവർ എറിയോഡിക്റ്റൻ ആണെങ്കിലും കഫ് ആഫ്റ്റർ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത്
കോൾഡ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോൾഡ് ഉണ്ട്, റണ്ണിങ് നോസ് ഉണ്ട്, അതൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് യു ആർ ഗെറ്റിംഗ് ദിസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ഇത്. പിന്നെ അത് തന്നെ കഫ് ഇത് ഗോസ് ഇൻ ടു എ സൈനസൈറ്റിസ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് മെഡിസിൻ ആണ് മെയിനായിട്ട് എനിക്ക് എൻ്റെ ഇതിൽ വരാറുള്ളത്. ഒന്ന് കാലിബൈക്കും, രണ്ട് ഓസ്മിയം. Osmium is one of the best medicine if the laryngitis also, larynx and pharynx involved with stringy mucus like Kalibai. Scutellaria is also another one medicine if the case settles down only to sinusitis. Sinusitis in ചുമയൊക്കെ ഉണ്ടെങ്കിലും sinusitis ആണ് prominent എങ്കിൽ think about Scutellaria. Okay. പിന്നെ സാന്റോണിൻ നമുക്ക് ചിന്തിക്കുന്നത് സാന്റോണിൻ, സിന അങ്ങനെയുള്ള മെഡിസിൻസ് ചിന്തിക്കാൻ പറ്റുന്നത് ഇപ്പൊ കഫ് അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ പേഷ്യൻസിന് ഹിസ്റ്ററി ഓഫ് വേംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് സാന്റോണിൻ, സിന, ചീലോൺ അങ്ങനെയുള്ള മെഡിസിൻസ്. ഓക്കെ, ചീലോൺ ഇസ് ഓൾസോ വൺ വെരി ഗുഡ് മെഡിസിൻ. ഓസ്മിയം ഞാൻ പറഞ്ഞു, നോസ് ഡ്രൈ, ഹാർഡ് കഫ് കമ്മിങ് ലോ ഡൗൺ, ഷേക്കിംഗ്, ചിലയിൽ പോസ്റ്റ് നേസീരിയൽ ഡ്രിപ്പും ഉണ്ടാവും. ഓക്കെ, വൈബർണം ബ്രൂണിഫോളിയം ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. കാമോമില ആൻഡ് ജുഗ്ലൻസ് റീജിയ, ഇതൊക്കെ നെക്സ്റ്റ് ലെവലിൽ. ഫസ്റ്റ് ലെവലിൽ പറഞ്ഞ് ഞാൻ ഒരു 10-15 മെഡിസിൻ, 10-12 മെഡിസിൻസ് ഞാൻ കറക്റ്റ് പറഞ്ഞു. എന്നിട്ടും റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ, സെക്കൻഡ് വീക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേഷ്യന്റ് വരാൻ മിക്കവാറും ഈ പറഞ്ഞ മെഡിസിൻസ് കൊണ്ട് കൺട്രോളിൽ വരും, പക്ഷെ ചിലപ്പോൾ കുറച്ചും കൂടി ബാലൻസ് വരും. ഓക്കെ, അങ്ങനെ വരുന്ന കേസുകളിലും ഉണ്ടെങ്കിൽ കാമോമില ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നമ്മൾ പറയും കുട്ടികളായതുകൊണ്ട് നമുക്ക് കാമോമില ഫസ്റ്റ് ചോയ്സ് കൊടുക്കാന്ന് പറയാം. പക്ഷെ കാമോമില്ലയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ കട്ട് പിക്ചർ കിട്ടില്ല. അതിന് നമ്മൾ എത്ര നോക്കിയാലും വലിയ വ്യത്യാസമൊന്നും നമ്മുടെ ചെസ്റ്റിലോ അല്ലെങ്കിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് കിട്ടില്ല. കുട്ടി ആയതുകൊണ്ട് കാമോമില അല്ല. നൈറ്റ് അഗ്രവേഷൻ ഉണ്ട്, കാമോമില്ല ഇതുണ്ട്. പക്ഷെ നൈറ്റ് അഗ്രവേഷൻസിന്റെ നമ്മുടെ പല മെഡിസിൻസ് ഉള്ളതിലും അതിൽ ലാസ്റ്റ് ഗ്രേഡ് ആണ് ഇപ്പോഴത്തെ ചുമയ്ക്ക് ഞാൻ കൊടുക്കുള്ളൂ. ഓക്കെ, ജുഗ്ലൻസ് റീജിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഈവൻ കഫ് അഗ്രവേഷൻ നൈറ്റ്. ഈ വൈബർണം ബ്രൂണിഫോളിയോ ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന പോലെ. അതുപോലെ ജലപ്പ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. രാത്രി ചുമച്ച് അല്ലെങ്കിൽ പ്ലേഫുൾ ഒക്കെയാണ്, പക്ഷെ ചുമച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ എവറി ടൈം അറ്റ് ഡേ ടൈം ആൻഡ് രാത്രിയാണ് ബുദ്ധിമുട്ടുണ്ടാക്കണമെങ്കിൽ ജലപ്പ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഓക്കെ, പിന്നെ ലൈങ് ഓൺ ദ ബാക്ക്, ചുമച്ച് നമ്മൾ ഇങ്ങനെ കട്ടിൽ കിടന്നിട്ടാണ് ചുമക്കണമെങ്കിൽ നെക്സോമിക്ക ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നെക്സോമിക്കയുടെ വേറൊരു സിംറ്റംസ് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഏർലി മോർണിംഗ് വൺസ് യു ഗെറ്റ് അപ്പ്, ചെറിയൊരു സ്നീസിങ്ങും റൈനൈറ്റിസും കൂടി ഉണ്ടെങ്കിൽ ഏർലി മോർണിംഗ് ഗെറ്റിംഗ് അപ്പ് 7 to 8 വരെ ആണെങ്കിൽ, വിത്ത് നൈറ്റ് കഫ് ആണെങ്കിൽ ലൈങ് ഓൺ ദ ബാക്ക് ആണെങ്കിൽ വിത്ത് ഡ്രോസർ നമ്മുടെ ലൈങ് ഡൗൺ, ഹെഡ് ഓൺ ദ പില്ലോ, ലൈങ് ഓൺ ദ ബാക്ക്. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രോസറെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വെറുതെ ഉറങ്ങുമ്പോഴാണോ? അല്ല, നമ്മൾ എന്താ ചോദിക്കുക? ഉറങ്ങുമ്പോഴാണ്. അല്ല ഡോക്ടറെ, കെടുക്കുമ്പോൾ. എപ്പോൾ കിടന്നാലും ഉണ്ടോ? ഡ്രോസറെ നമുക്ക് വരുന്നത് എപ്പോൾ കിടന്നാലും, വെൻ ദ പേഷ്യന്റ് ലൈങ് ഡൗൺ, നോട്ട് അറ്റ് നൈറ്റ് ഓൺലി, ലൈങ് ഡൗൺ വെൻ ദ ഹെഡ് ടച്ചസ് ദ പില്ലോ. ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഇസ് അപ്ലൈഡ് ഫോർ എവറിഥിങ്, every cough or any complaint. ഡ്രോസറയുടെ വരുമ്പോൾ എനി ടൈം ഇഫ് ദ പേഷ്യന്റ് ലൈസ് ഡൗൺ, ഡ്രോസറ വരും. ഓക്കെ, ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞു കിടക്കുമ്പോഴാണ് അവർക്ക് ചുമ വരുന്നതെങ്കിൽ ഫോസ്ഫറസ്. മിക്കവാറും സിംഗിൾ റൂബ്രിക് ആയിരിക്കും അത്. ഫോസ്ഫറസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഓക്കെ, ഓൾഡ് പീപ്പിളിലാണ് ഇത് വരണമെങ്കിൽ ക്രിയോസോട്ട്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. സെനേഗ ആൻഡ് ഹീപ്പോസിയാനിയം. ഈ ഹീപ്പോസിയാനിയം ക്യാൻ ബി തോട്ട് അബൌട്ട് ഇൻ ദിസ് പേഷ്യന്റ് വിത്ത് ക്രോണിക് ബ്രോങ്കൈറ്റിസ് പോലെ വരുന്നു. റെറ്റൽസ് ഉണ്ട്, ഓൾഡ് ആൾക്കാർ ചുമക്കണ പോലെയുള്ള ചുമ, ഡ്രൈ കഫ് ആണെങ്കിൽ അത്രയ്ക്കും ബാക്കിംഗ് കഫ് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് ഹീപ്പോസിയാനിയം ഓൾസോ. ക്രിയോസോട്ട്, പക്ഷെ ക്രിയോസോട്ട് നമ്മൾ ഇപ്പൊ എനിക്ക് ഈ സീസണിൽ ഒരു 3 കേസ് എനിക്ക് ഞാൻ ക്രിയോസോട്ട് കൊടുത്തിട്ടുള്ളൂ.
അതിന് നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. 3-4 കേസ്, നോട്ട് മോർ ദാൻ ദാറ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇടുന്നില്ല. പക്ഷെ ഓൾഡ് ഏജിലാണെങ്കിൽ ക്രിയോസോട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. കോൾഡ് ക്ലൈമറ്റിൽ മെഡിസിനാണ് ആന്റിം സൾഫ്യൂറേറ്റം ഒറേറ്റം. കോൾഡ് ക്ലൈമറ്റിൽ മെഫൈറ്റിസ് സൊറേനിയം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ. ഹൈ റേഞ്ചിലുള്ളവർക്ക് ആന്റിമോണിയം സൾഫ്യൂറേറ്റം ഒറേറ്റം. ആന്റിം ആസ് എന്ന് പറയുന്നത് നല്ലൊരു മെഡിസിനാണ്. ആന്റിം ഗ്രൂപ്പിന്റെ സിംറ്റംസ് ഉണ്ട്, റാറ്റ്ലിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ ചിലപ്പോൾ കോട്ടിംഗ് ഉണ്ടാവില്ല. ഇപ്പിക്കാക്കിന്റെ ടങ് ആയിരിക്കും ആന്റിം ആസിന്. കോട്ടിങ് നമുക്ക് കിട്ടണമെന്നുണ്ടാവില്ല. അപ്പൊ ഇപ്പിക്കാക്ക് ക്ലീൻ ടങ് ആണ്. റാറ്റ്ലിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പിക്കാക്ക് കോമൺ ആയിട്ട് വരുന്ന മെഡിസിൻസിൽ ഒന്നാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഈവൻ നൗ ഓൾസോ. പക്ഷെ അതിലും സിവിയർ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന മെഡിസിൻസിൽ ഒന്നാണ് ആന്റിം സൾഫുറേറ്റം ഒറേറ്റം എന്ന് പറഞ്ഞ മെഡിസിൻ ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഓക്കെ, സമയമുണ്ടോ നമുക്ക്? ഓക്കെ, 10 മിനിറ്റ്, ഹാഫ് ആൻ അവർ. ഓക്കെ, സാന്റോണിൻ ഞാൻ പറഞ്ഞു. ഫോർമലിൻ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ വൺ ഓഫ് ദ ഫസ്റ്റ് മെഡിസിൻസിൽ ഒന്ന് വരുന്നതാണ് ഫോർമലിൻ. ഡ്രൈ കഫ് ഫോർമലിൻ ഹോട്ട് വാട്ടർ. ഡിസ്നിയ ഡ്രൈ കഫ് ഫോർമലിൻ ഹോട്ട് വാട്ടർ വേപ്പർ ആയിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഫോർമലിൻ ടിഞ്ചറോ 3x 1x എല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്കതൊന്ന് ഒരു 1-2 ഡ്രോപ്പ് നമുക്ക് നമ്മുടെ വെള്ളം ഒന്ന് ആവി പിടിക്കാൻ പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആവി പിടിക്കാൻ പറയുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ഒന്നില്ലെങ്കിൽ നോർമൽ സലൈൻ മാത്രം ഇട്ടിട്ടൊന്ന് സ്റ്റീം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ വാട്ടറും അതും പറയുന്നത് എത്ര സമയം, ജസ്റ്റ് 2 minutes or 3 minutes, നത്തിങ് മോർ ദാൻ ദാറ്റ്. കണ്ടമാനം നിന്നിട്ട് ചെയ്യരുത്, കാരണം കണ്ടൻസ്ഡ് ആവും, സൈനസൈറ്റിസിലോട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റീമാണ് പോണത് ആൻഡ് ദാറ്റ് ഗെറ്റ്സ് ഇവാപറേറ്റഡ് ഇൻ ദ നേസൽ സൈനസസും കൺജസ്റ്റഡ് ആയിട്ട് വരും ആൻഡ് ഇത് വരും. അപ്പം നമ്മുടെ സൈനസ് ഒന്നും കൂടി കൺജസ്റ്റഡ് ആവും, ഹെഡ് ഏക്ക് കൂടും. സോ ബെറ്റർ ഇസ് ജസ്റ്റ് 2 minutes. ഓക്കെ, നോട്ട് മോർ ദാൻ ദാറ്റ്. മാക്ഫോസിനും ഉണ്ട് ലൈംഡൂഡ് അഗ്രവേഷൻ. ഓക്കെ, ഫോർമലിൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഇൻ ഡ്രൈ കഫ്. നിങ്ങൾ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, പിന്നെ ഹസ്കി വോയിസ് ലാരിഞ്ചൈറ്റിസും കൂടി വന്നിട്ടുണ്ടെങ്കിൽ മെന്ത ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നിങ്ങൾക്കത് മെന്ത യുക്കാലിപ്റ്റസും മെന്തയും അതിൻ്റെ കൂടെ കാലൻഡുല ഇച്ചിനേഷ്യ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് യു കൻ ഗിവ് ഇറ്റ് ആസ് എ മൗത്ത് ഗാഗിൾ. ഓക്കെ, നമ്മളുടെ മൗത്ത് ഗാഗിൾ നമുക്കത് റെഡിയാക്കി വെക്കാം, കൊടുക്കാം. ഓക്കെ, മൗത്ത് ഗാഗിൾ അല്ലെങ്കിൽ നമ്മുടെ മൗത്ത് വാഷ് എന്നൊക്കെ പറയുന്ന പോലെ മൗത്ത് വാഷ് കൊടുക്കാറുണ്ടല്ലോ ഡെന്റിസ്റ്റും പീഡിയാട്രീഷ്യനും എല്ലാം കൊടുക്കുന്ന പോലെ നമ്മളുടെ മെഡിസിൻസിൽ കാലൻഡുല ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ, ഇച്ചിനേഷ്യ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നിങ്ങൾക്ക് മെന്ത പെപ്പർ ഇടാം, യുക്കാലിപ്റ്റസ് ഇടാം. ഓക്കെ, പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻസിൽ ഒന്നാണ് ഇപ്പറ്റോറിയം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പറ്റോറിയം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആന്റിസെപ്റ്റിക്കും കൂടിയാണ്. ഓക്കെ, അപ്പൊ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ആസ് എ മൗത്ത് റിൻസിങ് അല്ലെങ്കിൽ മൗത്ത് ഗാഗിൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ചൂടായിട്ട് വെള്ളത്തിൽ നമ്മളുടെ മെഡിസിൻ ഇട്ടിട്ട് ഒന്ന് ഗാഗിൾ ചെയ്യാൻ പറയാം. ഓക്കെ, കാലണ്ടറിലൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ സോർനെസ്സും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇതുണ്ടാവും, എന്താ പറയാ കുറച്ച് നീരും ഇൻഫ്ലമേഷനും ഒക്കെ ഉണ്ടാവും, അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ സം അതർ ഇപ്പോഴത്തെ മൗത്ത് വാഷിനൊക്കെ പകരം നമ്മളുടെ മൗത്ത് വാഷസ് നമുക്ക് യൂസ് ചെയ്യാം. കൊറാലിയം റൂബ്രം, സെൻസിറ്റീവ് ടു എയർ, പ്രൊഫ്യൂസ് അഗ്രവേഷൻ ഡ്രൂപ്പിംഗ് ടു ദ പോസ്റ്റീരിയർ നെയർ. നമ്മുടെ കാലി ബൈക്കിന്റെ ഒക്കെ പോലെ അല്ലെങ്കിൽ ലാരിഞ്ചൈറ്റിസ് ഒക്കെ വരുമ്പോൾ ചുമ വരുന്നത് നമുക്ക് പോസ്റ്റീരിയർ നെയർസിൽ വരുന്ന കൊറാലിയം റൂബ്രം നല്ലൊരു മെഡിസിനിലൊന്നാണ്. അഗ്രവേഷൻ സ്പാസ്മോഡിക് സഫോക്കേറ്റിംഗ് കഫ് ഫീൽസ് കോൾഡ് ഓൺ ഡീപ്പ് ഇൻസ്പിറേഷൻ. നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടും. മെന്തയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ, മെന്ത ആൻഡ് കൊറാലിയം റൂബ്രം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്.
Procrussativa, cough dry aggravation, lying down with elongated uvula. ഞാൻ procrussativa നേരത്തെ പറഞ്ഞു. ബിസ്മത്ത്, ബിസ്മത്തിന്റെ പറയും ചുമ തുടങ്ങുന്നത് ഡോക്ടറെ നമ്മുടെ എപ്പിഗാസ്ട്രിക് ഏരിയ. ഓക്കെ, എപ്പിഗാസ്ട്രിക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിന്റെ അവിടെ നമുക്ക് എപ്പിഗാസ്ട്രിക് ഏരിയ മിക്കവാറും ജേർഡിന്റെ കൂടെ നമുക്ക് ബിസ്മത്ത് വരുന്നത് ജേർഡും കൂടി ഉണ്ടാവും. കുറച്ച് പ്രായമുള്ളവർക്ക് ചിലപ്പോൾ അസിഡിറ്റിയും അലോങ് വിത്ത് ദിസ് കഫും ആണെങ്കിൽ ബിസ്മുത്ത് ഇസ് ദ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ സിംഗിൾ മെഡിസിൻസ് ചിലപ്പോൾ നമുക്ക് അത്രയ്ക്കും കേസ് എടുത്ത് നമുക്ക് കിട്ടിയെന്ന് വരും. പക്ഷെ ചില സമയത്ത് നമുക്ക് നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും. എന്തെന്ന് ചുമയുണ്ട്, പേഷ്യന്റിന് അസിഡിറ്റി പോലെ വരുന്നുണ്ട്, ആൻഡ് ദ കഫ് സ്റ്റാർട്ട്സ് വിത്ത് എപ്പിഗാസ്ട്രിക് ഏരിയ. നമ്മൾ എന്തൊക്കെ ചിന്തിക്കണം? വി ഹാവ് ടു തിങ്ക് അബൌട്ട് അസിഡിറ്റി, ഇസോഫേജൈറ്റിസ്, അങ്ങനെയുള്ള മെഡിസിൻസിന് അങ്ങനെയുള്ള സമയത്ത് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ബിസ്മത്ത്. ഓക്കെ, ബിസ്മത്തിന് നല്ലൊരു റിസൾട്ടാണ്. ഈ ബിസ്മത്തിന്റെ ഏറ്റവും നല്ല മെഡിസിൻ ആണ് ഈ സമയത്ത്. അപ്പൊ ഓരോന്നിനും ഓരോ ഇൻഡിക്കേഷൻസ് ഉണ്ട്. നമ്മൾ വെറുതെ ബിസ്മത്ത് കൊടുക്കണമല്ല. ബിസ്മത്തിന്റെ ഇൻഡിക്കേഷൻ കഫ് അലോങ് വിത്ത് അസിഡിറ്റി അല്ലെങ്കിൽ ജേർഡ്, അല്ലെങ്കിൽ ആ സമയത്ത് ഫുഡൊന്നും കഴിക്കാൻ പറ്റാതെ അസിഡിറ്റി പോലെ വന്നു. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണ്ടാവില്ല. പനിയൊക്കെ വരുമ്പോ, ചുമയൊക്കെ വരുമ്പോ ചിലപ്പോൾ ഭക്ഷണം കഴിക്കില്ല ചിലവര്. അങ്ങനെയൊക്കെ വരുമ്പോൾ അസിഡിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് കഫ് ഇറിറ്റേറ്റഡ് കഫായിട്ട് വരുമ്പോൾ ബിസ്മത്ത് ക്യാൻ ബി തോട്ട് അബൌട്ട്. ബിസ്മത്ത് ഇസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഓക്കെ, പിന്നെ അംബ്രാഗ്രേസിയ, ആസ്മാറ്റിക് ബ്രീത്തിങ് വിത്ത് കോസ്, സ്പാസ്മോഡിക് ബാക്കിംഗ് കഫ് കമ്മിങ് ഫ്രം ദ ഡീപ് ചെസ്റ്റ്. അതായത് നമ്മളുടെ ഈ എന്താ പറയുക, ഈ ഡ്രോസറയുടെ ഒക്കെ ബാർക്കിംഗ് കഫ് പോലെ വരുന്ന ആംബ്രാഗ്രേസിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ആംബ്രാഗ്രേസിയയുടെ ഹോൾ ആണ്. നിങ്ങൾ ആംബ്രാഗ്രേസിയ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇറ്റ് ഇസ് ലൈക്ക് എ ഹോൾ, ഒരു ഓപ്പൺ എയർ സാധനമാണ്. ഓക്കെ, അപ്പൊ ഓപ്പൺ എയർ സാധനത്തിന് ഓൾഡ് ഏജിലും നല്ലതാണ്, സൂട്ടബിൾ ഫോർ ഓൾഡ് ഏജ്. ഹിപ്പോസിയാനിയം, അഗൈൻ തിങ്ക് അബൌട്ട് ഹിപ്പോസിയാനിയം. നമ്മളുടെ മനസ്സിൽ വെക്കണം. കേൾക്കാത്തവരുണ്ട്, ജൂനിയേഴ്സ് ഉണ്ടെങ്കിൽ, ദീസ് മെഡിസിൻസ് ക്യാൻ ബി തോട്ട് അബൌട്ട് ഇറ്റ്. റിപ്പീറ്റഡ്ലി പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാൽ 40ലും നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും 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 പിന്നെ ഇങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയണത്, സോ ദാറ്റ് ഇറ്റ് സ്ട്രൈക്സ് യുവർ മൈൻഡ്. എവിടെയെങ്കിലും കേട്ടല്ലോ. ഇനി ഇവിടെ കേൾക്കുന്ന മെഡിസിൻസ്, ഞാൻ ഈ പറയുന്ന മെഡിസിൻസ് നിങ്ങൾ റെഫർ ടു ദ ബുക്ക്. അല്ലാതെ വെറുതെ ഒരു ഡോക്ടർ സാദത്ത് പറഞ്ഞു എന്നല്ല. സാദത്ത് ഡോക്ടർ പറഞ്ഞു, അത് ഞാൻ ബുക്ക് എടുത്തു, വായിച്ചു. ഓരോ മെഡിസിൻസും നമ്മളത് 2 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ഫർഗെറ്റ്. കാരണം ഞങ്ങൾ അങ്ങനെയാണ് പഠിച്ചത്. രമ ഡോക്ടറും ശാന്ത ഡോക്ടറും ബാക്കിയുള്ള ഡോക്ടറും ജയറാം ഡോക്ടറും എന്ന് പറയും, ഞങ്ങൾ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ വന്ന് ബുക്ക് വായിക്കും, അത് മാർക്ക് ചെയ്യും. അല്ലെങ്കിൽ ഡോക്ടറുടെ മാർക്ക് ബുക്ക് ഉണ്ടാവും, അതിൽ നിന്ന് ഒന്നും കൂടി രണ്ടാമത് ഞങ്ങൾ വായിച്ചു. അത് മെയ്ഡ് ഇറ്റ് 100% ഷുവർ. നെക്സ്റ്റ് ഡേ ആ പേഷ്യന്റ് വരും. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഈ കൊറാലിയം റൂബ്രോം, ഈ അംബ്രാഗ്രേസിയം, ഹിപ്പോസിയാനും കൊടുക്കുന്ന പേഷ്യന്റ് നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ദാറ്റ്സ് ഫോർ ഷുവർ. അപ്പോൾ ആ ഒരു മെഡിസിൻസ് നിങ്ങൾ ഓർക്കാതെ ഇരിക്കുന്നതാണ്. ഈ അലൂമൻ എന്ന് പറയുന്നത് നമ്മുടെ ആലമാണ്. ആലത്തിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. ആലം നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ടീനിയൊക്കെ വരില്ലേ, നമ്മുടെ പുറത്തുള്ള വൈറ്റ് ഇത് ഡിസ്കളറേഷൻ, ടീനയ്ക്ക് എക്സ്റ്റേണൽ ആയിട്ട് ആലം 1x 3x അല്ലെങ്കിൽ ആലം അങ്ങനെ തന്നെ നമ്മുടെ ബാർബർ ഷോപ്പിലോ അല്ലെങ്കിൽ അവിടെ കിട്ടും. ആലം ഇസ് എ സോളിഡ്. അത് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ഇനി അതില്ലെങ്കിൽ 1x പൗഡർ ആക്കിയിട്ട് 1x പൗഡർ നിങ്ങൾക്ക് കിട്ടും. അത് നമ്മുടെ ഷുഗർ ഓഫ് മിൽക്കിലോ ഏതിലെങ്കിലും മിക്സ് ചെയ്തിട്ട് ഒന്ന് പൗഡറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് അതും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ബോറോ കാലൻഡുല അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വൈറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ, ബോറോ കാലൻഡുല ഉണ്ടെങ്കിൽ ഈ ആലം കൊണ്ടുവന്നിട്ട് നിങ്ങൾ മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ഒന്ന് പൗഡറാക്കി വെക്കുക. ഡ്രൈ പൗഡറാക്കി വെച്ചിട്ട് നമ്മളുടെ ബ്രിക്ലി ഹീറ്റ് പൗഡറൊക്കെ ഉണ്ടല്ലോ, ബെല കാലൻഡുല അങ്ങനെയുള്ള പൗഡർ, അങ്ങനെ അതിലും മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ലോട്ട് ഓഫ് വേസ് ടു ഡിസ്പെൻസ്. ഓക്കെ, നമ്മളുടെ മെഡിസിൻസ് എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ബെനിഫിറ്റിനനുസരിച്ച് നമ്മൾ കൊടുക്കാം.
കാരണം ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആലം പറ്റാന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. പക്ഷെ പാരന്റ്സ് എന്താ ചെയ്യുക, അവന് വലിയ പൗഡറൊക്കെ ഇട്ടോളും. റൈറ്റ്? നമ്മൾ എത്ര പറഞ്ഞാലും ജോൺസന്റെ സാധനം വാങ്ങാൻ പറയാം. അപ്പൊ ജോൺസന്റെ മറ്റേത് വിപ്രോ വിപ്രോ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് എത്ര പറഞ്ഞാലും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാലും അവരത് ഉപയോഗിക്കും. അപ്പോൾ അത് നമ്മളുടെ കമ്പനികളുടെ പ്രൊഡക്റ്റ് കൊടുക്കുക, ബ്രിക്ലി, ബെല, കലണ്ടുല, അങ്ങനെ കുറേ സാധനങ്ങൾ, അതിൽ ഇതിട്ട് അങ്ങോട്ട് കൊടുക്കുക. ആലം കൂടിയും റബ്ബ് ചെയ്തിട്ട് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കുട്ടിയുടെ മേത്തിട്ടോ എന്ന് പറയാം, അല്ലെങ്കിൽ കുട്ടിയുടെ മേത്തിട്ട് റബ്ബ് ചെയ്തു എന്ന് പറയാം. കുറച്ച് ദിവസം കൊണ്ട് യു വിൽ സി ദ ടീനിയ കുറഞ്ഞു കുറഞ്ഞു. നമ്മുടെ ഉള്ളിൽ മെഡിസിൻ വേണം, പക്ഷെ യു ക്യാൻ യൂസ് ദിസ് ഓൾസോ എക്സ്റ്റേണലി. ഓക്കെ, ഇതൊക്കെ പൊടിക്കൈകളാണ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് റിസൾട്ട്സ് ആർ വെരി ഫാസ്റ്റ്. നമ്മുടെ മെഡിസിൻസ് അതിനെ ആക്ട് ചെയ്യും, അതിന്റെ കൂടെ ഇതാണ്. ഓക്കെ, അപ്പൊ ഈ ടീനിയ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ഓർമ്മ വന്ന് ഡാൻഡ്രഫ്. ഡാൻഡ്രഫിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഡാൻഡ്രഫിന്റെ ഫംഗസ് ആണ്, പ്ലസ് നമ്മളുടെ ഡീജനറേഷനും കൂടിയുണ്ട്. പക്ഷെ ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഇതാണ് എന്താ പറയാ, സ്കെയിലിംഗ് ആണ്. പക്ഷെ നമ്മളിപ്പോ തിയറട്ടിക്കലി കുറെ പറയും ഉള്ളിൽ മരുന്ന് കൊടുക്കണമെങ്കിലും, പക്ഷെ പേഷ്യൻസ് നീഡ്സ് ഇമ്മീഡിയറ്റ്, കുറച്ചൊക്കെ ഇമ്മീഡിയറ്റ് റിസൾട്ട്സ് കൊടുക്കണം. എന്നാലേ ചിലപ്പോൾ അവർ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുള്ളൂ. നമ്മൾ കുറച്ച് ദിവസം മരുന്ന് കഴിക്കുക അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മരുന്ന് കഴിക്കണം, അത് മാറിക്കോളും. പക്ഷെ ചില പൊടിക്കൈകൾ ഇതുപോലെ നമ്മൾ കൊടുക്കണം. ഡാൻഡ്രഫിനൊക്കെ നമുക്ക് ശരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് ഓയിലായിട്ടും ഇപ്പോൾ സിറമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രാക്ട് ആയിട്ട് റോസ് വാട്ടറിലും അല്ലെങ്കിൽ ലിക്വിഡായിട്ട് നമ്മൾ സിറമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സിറമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ റൈസ് വാട്ടർ, അത് നമ്മളുടെ കഞ്ഞിവെള്ളം അല്ല ശരിക്കും, അത് കഞ്ഞിവെള്ളത്തിനേക്കാളും ഒന്നും കൂടി ഡയലൂട്ട് ചെയ്ത് കുറച്ച് തിക്നെസ് ആയിട്ട് നമ്മളുടെ മെഡിസിൻസിലും കൂടി യൂസ് ചെയ്യും. അപ്പോൾ വി ഹാവ് ടു ലേൺ ഫ്രം ദ മാർക്കറ്റ്. നമ്മൾ എപ്പോഴും ഈ കോസ്മെറ്റിക്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്. നിങ്ങൾ നോക്കിയോ, എക്സ്ഫോലിയേഷൻസ് ആണ് മെയിൻ ആയിട്ട് ഡാൻഡ്രഫിൽ നടക്കുന്നത്, അല്ലേ? അതിന്റെ മെഡിസിൻ എന്താ? എക്സ്ഫോലിയേഷൻ ഇവരെന്താ കൊടുക്കുന്നത്? ഇവരുടെ ഷാംപൂലുള്ള മെയിൻ പ്രൊഡക്റ്റ് എന്താ? ആസിഡ് സാലിസിലിക്ക. ഈ ആസിഡ് സാലിസിലിക്ക നമുക്ക് 2-3 തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, ഗുൽത്തേരിയ നമ്മുടെ ടിഞ്ചറിൽ ആസിഡ് സാലിസിലിക്ക ഉണ്ട്, അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ആണ് അതിന്റെ. ഗുൽത്തേരിയ നമ്മൾ ഉള്ളിൽ കൊടുക്കുക, എക്സ്റ്റേണൽ കൊടുത്തു കഴിഞ്ഞാൽ ആസിഡ് സാലിസിലിക്കം ആണ് ആ പെയിൻ കുറയ്ക്കുന്നത്. ഈവൻ ഇൻ ദ നീ പെയിൻസും ബാക്കി കാര്യങ്ങളും നമ്മളുടെ ഗുൽത്തേരിയയുടെ ഒരു എന്തെന്നാ അതിന്റെ ടെക്നിക്കൽ പേര് പറയാ, അതിന്റെ ആൽക്കലോയിഡ് ആയിട്ട് വരുന്നത് ആസിഡ് സാലിസിലിക്കം അതിലുള്ളത് കൊണ്ടാണ് ഗുൽത്തേരിയയുടെ ആക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഗുൽത്തേരിയ നമുക്ക് എന്തുകൊണ്ട് എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്തൂടാ? ഗുൽത്തേരിയ ഓയിൽ, ഒറിജിനൽ ഓയിൽസിലൊക്കെ സാലിസിലിക് ആസിഡ് ഉണ്ട്. ഇറ്റ് ഗീവ്സ് മോർ റിസൾട്ട്സ്. ഓക്കെ, ആസിഡ് സാലിസിലിക്കം നമ്മളുടെ മെഡിസിൻ ഉണ്ട്, ടിഞ്ചർ ഉണ്ട് നമുക്ക്. വൈ ഡോണ്ട് വി യൂസ് ഇറ്റ് ആസ് എക്സ്റ്റേണൽ ഓൾസോ? ഡാൻഡ്രഫിന് ആസിഡ് സാലിസിലിക്കം മിക്സ്ഡ് വിത്ത് നമ്മുടെ 1-2 മെഡിസിൻ, ബാഡിയാഗയോ അല്ലെങ്കിൽ കൊക്ലിയറിയോ, ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് faster results than any other shampoo, any other products. നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് പഠിക്കണം. ലേൺ ഓൾ ദിസ് ട്രിക്സ്. ബിക്കോസ് നമ്മളുടെ അടുത്ത് കുറേയും കൂടി സേഫർ ആയിട്ടും കോൺസെൻട്രേറ്റഡ് ആയിട്ടും നമ്മളുടെ അടുത്ത് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ്. ഈ സാലിസിലിക് ആസിഡ് ഇഫ് യു ഗിവ് ഇന്റേർണലി in the case of dandruff and see the results. Dandruff 2 ആഴ്ച കൊണ്ടൊക്കെ നിങ്ങൾക്ക് പ്യുവർ എവിഡന്റ് ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനും ബാക്കി കാര്യങ്ങളും മെഡിസിൻസ് നമ്മൾ സിഫിലിനും അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ അതൊരു എക്സ്ഫോലിയേഷൻ ആണ്, ഡെഡ് സെൽസിന്റെ ഇത് കൂടുതൽ വരുന്നുണ്ട്. അതിന്റെ കൂടെ സെബം വരുമ്പോ ഫംഗസ് വന്ന് നമ്മുടെ സെബത്തിനെ ഉപയോഗിച്ചിട്ടാണ് ഡാൻഡ്രഫ് നമുക്ക് ഇത് വരുന്നത്, ഡാൻഡ്രഫ് കൂടുന്നത്. ബേസിക് ഇസ് സെബം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാലിസിലിക് ആസിഡ് എക്സ്ഫോലിയേഷൻ കുറയ്ക്കും. അപ്പോൾ അത് ഇന്റേർണലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്ന് അതിന്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു എന്ന് മാത്രം, പിന്നെ നമുക്ക് ചിലപ്പോൾ മറന്നുപോകും.
തിങ്ക് അബൌട്ട് ഓൾ ദീസ് മെഡിസിൻസ്. ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. പിന്നെ അലിയൻ സെറ്റൈവ നമ്മൾ ഉപയോഗിക്കുന്നത് കൊളസ്ട്രോളിന് മാത്രമാണ്. പക്ഷെ അലിയൻ സെറ്റൈവ ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഇൻ ദ കേസ് ഓഫ് ചുമയ്ക്ക് എങ്ങനെ അഗ്രവേഷൻ ലീവിങ് ബെഡ്റൂം. ഓക്കെ, പൾസാറ്റിലയുടെ ചുമ വരും. പൾസാറ്റില ഇസ് അനദർ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഇഫ് ദ പേഷ്യന്റ് ഇസ് പ്രഗ്നന്റ്. പ്രഗ്നൻസിയിൽ കഫുള്ള പേഷ്യന്റ് ആണ് വരണമെങ്കിൽ one of the best medicine is pulsatilla. Same thing you can think about it. Leaving the bedroom, open air ലോട്ട് പോകുമ്പോൾ ചുമ കൂടും. പൾസാറ്റിലേക്ക് ഓപ്പൺ എയർ പോയാൽ കുറയും. ഓൾവേസ് വൺസ് ഓപ്പൺ എയർ. സോ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് പൾസാറ്റിലെയും അലിയൻ സെറ്റൈവയും. കോൾഡിൽ പോയി റാക്ലിംഗ് ഇൻ ദ ചെസ്റ്റ് അഡാപ്റ്റബിൾ ടു മോർ ഫോർ മീറ്റ് ഈറ്റേഴ്സ്. നമ്മുടെ കേരളത്തിലുള്ളവരും 90% മീറ്റ് കഴിക്കുന്നു, ചുമയുണ്ട്. പൾസാറ്റിലയുടെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് അലൈൻ സെറ്റൈവ. നമ്മൾ ചിന്തിക്കാത്ത ഒരു മെഡിസിൻസിൽ ഒന്നാണ്. പക്ഷെ ട്രൈ ദിസ് ഔട്ട്. ഓക്കെ, ഞാൻ അടുത്തതായിട്ട് ഈ മെഡിസിൻസിൽ കുറെ മെഡിസിൻസ് ഞാനിപ്പോ പറയുന്നുണ്ട്. ഇത് കാണാലോ, ഈ പേജ് കാണാലോ. ആന്റിം ടാട്ടിന്റെ ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഞാൻ കൂടുതൽ പറയുന്നത് ആന്റി മാസ് ആണ് ഞാനിപ്പോ കൂടുതൽ കൊടുക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ചുമയ്ക്ക് എനിക്ക് കിട്ടുന്നത് ഇപ്പിക്കാക്കും ആണ്. പക്ഷെ ആന്റിമോണിയത്തിന്റെ ഒരു ചുമച്ച് ഏകദേശം ഒരു, നമ്മൾ പറയല്ലോ മലയാളത്തിൽ പറയും ഇറ്റ് ഈസ് ഊപ്പാട് ഇളകാന്ന് പറയും. അതുപോലത്തെ ഡ്രൈനെസ് ആണ് വരുന്നത്. അങ്ങനെയുള്ള കേസിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ആസനിക്കിന്റെ പ്രൊസ്ട്രേഷൻസും ഉണ്ട്, ആന്റിം ടാട്ടിന്റെ ആന്റിമോണിയുടെ റാറ്റ്ലിങ്ങും വരും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ വിത്ത് ക്ലീൻ ടങ് അങ്ങനെ വരുമ്പോൾ ആന്റി മാസാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പിക്കാക്ക് ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. റൂമക്സ്. അപ്പൊ ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാണ് ഇപ്പോഴത്തെ സീസണിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഫോസ്ഫറസ് ഓൾ ടൈം ഹൈ മെഡിസിനിൽ ഒന്നാണ്. പക്ഷെ ഓൾ ടൈം ഹൈ ആണ് എൻ്റെ. ഐ ഡോണ്ട് നോ വാട്ട് അബൌട്ട് അതേഴ്സ്. ബട്ട് ഫോസ്ഫറസ് ഇല്ലാത്ത എപ്പോ നോക്കിയാലും ചുമയ്ക്ക് നമുക്ക് പ്രിസ്ക്രിപ്ഷൻസ് ഇല്ല. ഹിപ്പോസിയാനൻ, സെനേഗ, സ്റ്റിക്ട പക്ഷെ ലാസ്റ്റ് സ്റ്റേജസിലൊക്കെ വരുന്ന ചുമയാണ്. അതുകൊണ്ട് സ്റ്റിക്ടയ്ക്ക് നമുക്ക് കൂടുതൽ കൊടുത്തിട്ടുള്ള സ്റ്റാനമെഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. സ്ക്യുല്ല സെപ്പനോറിയ. ഫസ്റ്റ് ഡേയ്സിൽ ചുമയും ഇതൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ പേഷ്യന്റ് ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങും. ഡോക്ടറെ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. മോൾക്കാണെങ്കിൽ വെള്ളം മൂക്കിന്ന് വെള്ളം വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് രാവിലെ കണ്ടോളൂ, ഞങ്ങൾ ഇപ്പൊ തന്നെ കൊണ്ടുവന്നു, അടുത്ത കഫ് ആവാതിരിക്കാൻ. ഓക്കെ, വീട്ടിലെല്ലാവർക്കും ഉണ്ട്. ഇവളെ ചെറിയ കുട്ടി ആയതുകൊണ്ട് ഇനി ചുമയൊക്കെ വന്നു ഇവൾക്ക് പറ്റില്ലല്ലോ, ന്യൂമോണിയ ഒക്കെ ആവണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ തന്നെ കൊണ്ടുവന്നാണ്. സ്റ്റാർട്ട് ദ മെഡിസിൻ വിത്ത് സ്ക്യുല്ല സെപ്പനോറിയ. ഇറ്റ് വിൽ അബോട്ട്. അക്കോണൈറ്റ് ഫീവർ തുടങ്ങി വിത്തിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ അവേഴ്സിൽ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞെങ്കിൽ അക്കോണൈറ്റ് വിൽ അബോട്ട് ദ ഫർദർ ഇത്. അതുപോലെ തന്നെ കോൾഡ് ആയിട്ട് വരികയാണെങ്കിൽ സ്ക്യുല്ല സെപ്പനോറിയ, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ആന്റിമോണിയം ഇത് പറഞ്ഞു. കൽക്കേരിയ അസെറ്റിക്കം, അത് കൽക്കേരിയയുടെ സ്ലഗിഷ്നെസ്സും അസെറ്റിക്കത്തിന്റെ ഡ്രൈനെസ്സും കഫും. പക്ഷെ അതൊക്കെ ലേറ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അമോണിയം ഡൊറേമ അമൻ കാർബിന്റെ അല്ലെങ്കിൽ അമോണിയം ഗ്രൂപ്പിന്റെ കഫുണ്ട്. ഇത് കുറച്ചും കൂടിയും ടഫറാണ്. ഡൊറേമ എന്നാൽ ബോറിക്കിൽ എടുത്താൽ കിട്ടുമോ മെഡിസിൻസ്. ഓക്കെ, ഇതിന് അത്രയ്ക്ക് വലിയ ഒരു 2 ലൈനേ ഉള്ളൂ ബോറിക്കില്. പക്ഷെ ആ 2 ലൈൻ ബിക്കംസ് അപ്പൊ ഇത് റെയർ മെഡിസിൻ ആണോ എന്ന് വാദിക്കും. അല്ല, ദാറ്റ് ഇസ് നോട്ട് റെയർ മെഡിസിൻ. റെയർ മെഡിസിൻസ് ആവണം ഞാൻ പണ്ടും പറയാറുള്ളത്. ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻ അതെന്റെ കോമൺ മെഡിസിൻസിൽ ഒന്നാണ്. ഇത് കേൾക്കാത്തത്, ഇത് കൊടുക്കാത്തവർക്ക് അത് റെയർ മെഡിസിൻ ആണ്. ഇതൊന്നും റെയർ മെഡിസിൻ അല്ല. ഇത് റെയർ ആയിട്ടല്ല, എപ്പോഴും കിട്ടുന്ന മെഡിസിൻസിൽ ഒന്നാണ് അമോണിയം ഡൊറേമ. ഓക്കെ, പിന്നെ ഞാൻ കഫിന്റെ കുറച്ചും കൂടിയും ഡീറ്റെയിലോട്ട് പോകാം. ഞാൻ ഇപ്പൊ ഈ സീസണൽ കഫ് പറഞ്ഞു. ചില കഫ്, ഓക്കെ, കഫിന്റെ പെയിൻ വരുന്നതൊക്കെ ഇന്റർകോസ്റ്റൽ ഏരിയ, നമ്മളുടെ ചിലപ്പോ
ബ്രസ്റ്റിന്റെ താഴെ മാത്രമായിട്ട് പെയിൻ വരും, അല്ലെങ്കിൽ ആ ഏരിയയിൽ മാത്രം പെയിൻ വരും. ഞാൻ കഫ് ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്യാനാണ് വിത്ത് ഈ സീസണൽ അല്ലെങ്കിലും യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, എസ്ക്ലപ്പിയ, അസാറിഡക്ട ഇൻഡിക്ക, ഫോസ്ഫറസ്, റെനങ്കുലസ് ബൾബാസിസ് എപ്പോഴും നിങ്ങൾക്കറിയാം, ഫോസ്ഫറസ് നിങ്ങൾക്കറിയാം. അസാറിഡിറ്റ ഇൻഡിക്ക എന്ന് പറയുന്നതിന്റെ നിങ്ങൾ ഒന്ന് അസാറിഡിറ്റ ഇൻഡിക്കൊക്കെ ക്രിപ്സ് ഉണ്ടാവും. ചിലപ്പോൾ അത് ഇതായിരിക്കും പെരികാർഡൈറ്റിസ് അല്ലെങ്കിൽ പ്ലൂറൈറ്റിസിലോട്ടും വരും. ബ്രയോണിയ ഇസ് അനദർ വൺ മെഡിസിൻ. പ്ലൂറൈറ്റിസിൽ വരുന്ന മെഡിസിൻസിൽ വരുമ്പോഴാണ് അസാറിഡിക്ക ഇൻഡിക്കൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. പിന്നെ ലോവർ പോർഷൻ ഓഫ് ദ ചെസ്റ്റ്, നമ്മൾ ചുമച്ച് ചുമയൊക്കെ വരുന്നത് ചിലപ്പോൾ ഈ ഹൈപ്പോകോൺട്രിയത്തിന്റെ അവിടെ നിന്ന് എന്താ പറയുക, നമ്മുടെ റൈറ്റ് എപ്പിഗാസ്ട്രിയം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയം നമ്മളുടെ മുകളിൽ ലിവർ ഏരിയയിൽ ഓക്കെ വരുന്ന പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ സിഫിലിനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ലൊബേലിയൻ ഓക്സാലിക് ആസിഡ്, ലൊബേലിയ ആ പോയിന്റ് മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ സ്പ്ലീനിക് ഏരിയയും നമ്മുടെ ലിവർ ഏരിയയിലും പെയിൻ ഉണ്ടാവും ചുമയുടെ കൂടെ. പക്ഷെ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൂൾ ഔട്ട് liver abscess, rule out diaphragmatic involvement, rule out liver abscess. അപ്പോൾ ഈ രണ്ട് കാര്യവും നമ്മൾ റൂൾ ഔട്ട് ചെയ്തിരിക്കണം ബിഫോർ യു ഗിവ് ദിസ് മെഡിസിൻസ്. ഓക്കെ, സിഫിലിനം വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ദ കഫ് അറ്റ് ദ ലോവർ ലെവൽ, അല്ലെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് നമ്മളുടെ ലോവർ അല്ലെങ്കിൽ 12th റിബിന്റെ അവിടെയൊക്കെ പെയിൻ വന്നിരിക്കും. ഓക്കെ, ഇൻഫ്രാ ബ്രസ്റ്റ് നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഇന്റർകോസ്റ്റലും ബ്രസ്റ്റിന്റെ മുകളിൽ 4th ഇന്റർകോസ്റ്റൽ ആൻഡ് നിപ്പിൾ ഏരിയ. ഓക്കെ, അതിൽ വരുമ്പോഴാണ് ഇന്റർകോസ്റ്റൽ വരുന്നത്. പിന്നെ ഇൻഫ്രാ ബ്രസ്റ്റും വരുമ്പോൾ സെമിസിഫിക, ആക്ടിയ റെസിമോസ, സെമിസിഫിക ആൻഡ് റൂട്ട ഇസ് എ ബെസ്റ്റ് മെഡിസിൻ. നമ്മുടെ മസിൽ പെയിനൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു കഫിനൊക്കെ വരുന്ന മെഡിസിൻസിൽ ഒന്നാണ്. ഓക്കെ, ഇനബിലിറ്റി ടു ലൈ ഓൺ ദ ലെഫ്റ്റ് സൈഡ്, ഏത് ചുമയിലാണെങ്കിലും ഇഫ് ദ പേഷ്യന്റ് ടെൽസ് ദാറ്റ് ഹി കൻ നോട്ട് ലൈ ഓൺ ദ ലെഫ്റ്റ് സൈഡ്, ഞാൻ പറയുന്നത് പ്രഷർ പോയിന്റിലല്ല, പ്രഷറിലാണെങ്കിൽ ബ്രയോണിയായി. ഇപ്പൊ ലെഫ്റ്റിലാണ് ന്യൂമോണിയ അല്ലെങ്കിൽ ആ പോയിന്റിലേക്ക് എടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുമെങ്കിൽ ദാറ്റ് ഈസ് ബ്രയോണിയ, അല്ലെങ്കിൽ വേറെ മെഡിസിൻസ് വരും. ഇവിടെ നമ്മൾ എത്ര നോക്കിയാലും ക്രിപ്സും ബാക്കി കാര്യങ്ങളൊക്കെ റൈറ്റിലായിരിക്കും കൂടുതൽ. But the moment patient turns to the left, patient cannot lie. അവനൊരു സഫോക്കേറ്റഡ് ആയിട്ട് എണീക്കുന്നുണ്ടെങ്കിൽ think about phosphates. Okay, capsicum with constriction of chest. Constriction of the chest നിങ്ങൾ ഏത് കൺസ്ട്രക്ഷൻ ആണെങ്കിലും cactus is one of the best medicines. Beat cardiac, beat suffocation, beat anything. Cactus വേറൊരു കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സ്കിൻ, നമ്മുടെ ടീനിയ, സ്കിൻ ഇച്ചിങ്, ഈ നമ്മുടെ കാലിന്റെ ഒക്കെ ഇടുക്കിൽ വരുന്ന ഈ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻസിലൊക്കെ ഇച്ചിങ് കൂടുതലാണെങ്കിൽ കാക്ടസ് കൊടുക്കാം. എന്തുകൊണ്ട് കാക്ടസ് കൊടുക്കാന്ന് പറയണമെങ്കിൽ, കാക്ടസ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അതിന്റെ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ കാക്ടസിന്റെ മുകളിൽ കംപ്ലീറ്റ് മുള്ളുകളാണ്. വാട്ട് ഹാപ്പൻസ് ഇൻ ഇച്ചിങ്, സിവിയർ ഇച്ചിങ്, ആ മുള്ളു പോലെ കുത്തി വലിച്ചുള്ളതാണ്. Think about cactus. Cactus can be given externally and internally along with cantarism. ബാക്കി എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. കൊടുക്കാതെ ട്രീറ്റ് ചെയ്യാനാണെങ്കിലും you can think about cactus even in the fungal itchings. Okay, epium, constriction of the chest, cactus, epium. Okay, justitia, natrum sulfിന്റെ സിംറ്റം എന്തായിരിക്കും? ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വരും. അതിന്റെ ഫസ്റ്റ് സിംറ്റം എന്തായിരിക്കും? അതിന്റെ കാരണം എന്തായിരിക്കും? പൊസേഷൻ എന്തായിരിക്കും? ബ്രോങ്കോന്യൂമോണിയ കാണും. പേഷ്യന്റിന് ചിലപ്പോൾ വലിക്കാൻ പറ്റില്ല, അപ്പൊ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വരും. തിങ്ക് അബൌട്ട് നാട്രം സൾഫ്. നിങ്ങൾ ക്ലിയർ കെൻറ്റിലെടുത്ത് നോക്കിക്കോ, 6th ലൈനോ 7th ലൈൻ ഉണ്ട്. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, മൈൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. റെസ്പിറേറ്ററിയിലും ഉണ്ട്, മൈൻഡിലും ഉണ്ട്. മൈൻഡ് ഗ്രീഫിൽ വരുന്ന നാട്രത്തിന്റെ ഗ്രീഫ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ട്. ഈവൻ റെസ്പിറേറ്ററിയിലും വരും. സോ തിങ്ക് അബൌട്ട് നാട്രം സൾഫ്. ഓക്കെ,
സർ 10:23 ആയിട്ടുണ്ട്. I can go on. ഓക്കെ, ഈ ഒരു വേണമെങ്കിൽ ഒരു 2-3 ഇതിൽ ഓക്കെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം വി കൻ കണ്ടിന്യൂ, നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ വേറെ ലാസ്റ്റ് അത് ഞാൻ പറയാം, എന്തുകൊണ്ട് നമ്മുടെ മെഡിസിൻസ് നമ്മൾ എങ്ങനെ അക്യൂട്ട് കേസുകൾ എടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റീസ് ആൻഡ് കൺകോമിറ്റന്റ്. ലൊക്കേഷൻ ബിക്കംസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇൻ അക്യൂട്ട് കംപ്ലൈൻസ്. ഓക്കെ, അതുകൊണ്ടാണ് ബോറിക്കിലൊക്കെ നിങ്ങൾ ബോറിക്കോ എനി ബുക്ക്, തെറാപ്പറ്റിക് ബുക്കിൽ എടുത്ത് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പൊസിഷൻ വരെ പറയുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് ഇത് പറയുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ ഇഫ് യു ഗെറ്റ് എ ഡയഗ്നോസിസ്, അതിൽ തന്നെ ഇപ്പോ COPD അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ്, നിങ്ങൾ പറയും ബ്രോങ്കൈറ്റിസ്, അതിൽ തന്നെ ക്ലിയർ കട്ട് നമുക്ക് സിംറ്റം കിട്ടും. ഇവിടെ പെയിൻ, അവിടെ പെയിൻ, ചുമ എങ്ങനെയാണ് ഡോക്ടർ, ചുമ ഇങ്ങനെയാണ്. പേഷ്യന്റ് കംസ് ആൻഡ് എക്സ്പ്ലെയിൻസ് ഇറ്റ് ടു യു. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം എവിടെയാണ് പെയിൻ വല്ലതും ഉണ്ട്, പെർട്ടിക്കുലർ പ്ലേസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചുമയുണ്ടോ. ഓക്കെ, നമുക്കത് അത് അത് സ്പെസിഫിക് ആയിട്ട് തോന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മളൊന്ന് കേൾക്കുക. ദ ബെസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ് ഇസ് നിങ്ങൾ കേൾക്കുക. ഒരു പേഷ്യന്റ് എന്താണ് പറയുന്നത്, പേഷ്യന്റ് തന്നെ നമ്മുടെ അടുത്ത് പറയും നീ ഇത് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കണ്ടെന്ന് പേഷ്യന്റ് തന്നെ പറയും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പേഷ്യന്റിനെ തന്നെ കേട്ടുകൊണ്ടിരിക്കാതെ, ജസ്റ്റ് ലിസൺ ടു ദ പേഷ്യന്റ് ഫസ്റ്റ്. 2, എക്സാമിൻ ദ പേഷ്യന്റ് properly and thoroughly. Without examination, patients should never go out of your chamber. നിങ്ങൾക്ക് ക്ലിയർ കട്ട് മെഡിസിൻസ് അവിടെയും കിട്ടും അക്യൂട്ട് കേസസിൽ. ക്രിപ്സ് ചിലപ്പോൾ റൈറ്റ് സൈഡിൽ മാത്രമായിരിക്കും, ഇറ്റ് വിൽ നോട്ട് ബി ദെയർ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ വാട്ട് വിൽ ബി ദ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഗോ ടു ബ്രോങ്കോന്യൂമോണിയ ഓഫ് ദ റൈറ്റ് സൈഡ്. അല്ലെങ്കിൽ അപ്പർ ആണെങ്കിൽ വാട്ട് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇസ് ട്യൂബർക്കുലോസിസ്, ട്യൂബർക്കുലിനം മെഡിസിൻസ്, ട്യൂബർക്കുലോനം, വെദർ ദ പേഷ്യന്റ് ഇസ് ട്യൂബർക്കുലർ പേഷ്യന്റ് ആണെന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ പെർക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഫൈബ്രോസിസ്, ആ പേഷ്യന്റിന് ഓൾഡ് ട്യൂബർക്കുലിനോ അല്ലെങ്കിൽ COPD-യോ ഫൈബ്രോസിസോ ഈവൻ കോവിഡ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഓൺ ദ ടാപ്പ്. പെർക്കഷൻസിൽ നിങ്ങൾ സ്റ്റെത്ത് പോലും വെക്കേണ്ട, യു പെർക്കസ്, യു വിൽ നോ വെയർ ദ ഡിഫറൻസ് ഓഫ് ദ ലങ്സിന്റെ ഇത്. ഓക്കെ, ഹാർഡ്നെസ്, ഡൾനെസ്, ഏക്കിനെസ്, ഇതൊക്കെ ഇതിലുള്ളതാണ്. ഓക്കെ, അപ്പൊ എക്സാമിനേഷൻ ഓഫ് ദ പേഷ്യന്റ്, സിംറ്റംസ് നമ്മൾ വെറുതെ കേട്ടാൽ മതി. ഒരു 2 മിനിറ്റ് ഒരു പേഷ്യന്റ് കൊണ്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ മരുന്ന് കൊടുത്ത പേഷ്യന്റ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്ന. രമാദേവി ഡോക്ടർ എന്നെ തെറി പറയാമെന്ന് കൈപ്പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഓക്കെ. സാറത്തെ നന്നായിരുന്നു. ഞാൻ എൻ്റെ നെറ്റ് കുറച്ച് നേരം ഓഫായിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ ജയറാം സാറ് പറഞ്ഞു തന്ന ഒരു കാര്യം പറഞ്ഞോ, ഇങ്ങനെ കുത്തിയുള്ള ചുമ വരുമ്പോൾ നമ്മൾ ഹയോസ്യാമസ് കിടന്നാൽ ഉടനെ ചുമയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ ഹയോസ്യാമസ് ഗ്രൈൻഡിലേക്ക് നമ്മൾ കൊടുക്കൂലേ, അതുപോലെ പെട്ടെന്ന് റിലീഫ് കിട്ടുന്ന ഒരു കാര്യമാണ് ഷുഗർ ഓഫ് മിൽക്കിൽ ഒരു 4-5 തുള്ളി വെർബാസ്കം ടിഞ്ചർ. വെർബാസ്കം എന്ന് വെച്ചാൽ മുള്ളൻ ഓയിൽ കൊടുത്തത് ഓർമ്മയില്ലേ നമുക്ക്? പ്രകാശ് ജയറാം സാറ് പറഞ്ഞത്. ഞാൻ ഒലിയൻ സാൻഡൽ യൂസ് ചെയ്യണത്. ഒലിയൻ സാൻഡൽ പോലെ തന്നെയാണ്. ഒലിയൻ സാൻഡൽ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ, എൻ്റെ കയ്യിൽ അതിന്റെ ഒറിജിനൽ ഇത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒരച്ച് കുറച്ച് ഓയിലൊക്കെ എല്ലായിടത്തും കളിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അപ്പൊ ഈ വെർബാസ്കം ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് റിലീഫ് കിട്ടുന്നുണ്ട്. കുത്തി ഇങ്ങനെ ചുമയ്ക്കുമ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ ഇരുന്ന് കുട്ടിക്ക് ചുമക്കുകയാണെങ്കിൽ നമ്മൾ കൊറാലിയൻ റൂബറൊക്കെ കൊടുക്കുമല്ലോ, അങ്ങനെ യുനെസ്കോ പറഞ്ഞുള്ള ചുമക്കൊക്കെ. അതിനെക്കാട്ടും നല്ലതാണ് എന്തോ ഷുഗർ ഓഫ് മിൽക്കില് ഒരു 3-4 തുള്ളി കൊടുത്താൽ കുട്ടിക്ക് ഇത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. അത് കൊടുത്താൽ പെട്ടെന്ന് നിൽക്കും. നമുക്ക് മറ്റുള്ള പേഷ്യൻസിന്റെ മുമ്പിൽ നമുക്കൊന്നും വലിയ ആളാവാം. നന്നായിരുന്നു കേട്ടോ സാധത്തെ. ഇന്നലെ വളരെ പെട്ടെന്ന് ഇന്നലെ അറേഞ്ച് ചെയ്ത ഒരു സെഷനാണ്. അപ്പൊ അതില്
എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചികിത്സാ അനുഭവങ്ങൾ അങ്ങ് പറയാം. അപ്പൊ ഏതായാലും ഡോക്ടർ ഈ പുതിയ കഫിനെ കുറിച്ച് തന്നെ എടുത്തത് വളരെ നന്നായി. ഞാൻ പറഞ്ഞ ബെറീലിയം മെറ്റും ആസിഡ് സക്സിനോം, നിങ്ങൾ പാൻസൈറ്റോപീനിയ ഏത് കേസിന്, ഈവൻ ലുക്കോസൈറ്റോസ് ഇതിന് നമ്മുടെ ക്യാൻസറിന് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. എക്സ്റേയും കൂടി ഉണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ, എക്സ്റേ, ഫോസ്ഫറസ്, ഈ രണ്ട് മെഡിസിനും പ്ലസ്, കാരണം നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഇത് കൂട്ടി കൊടുക്കാം, സിംഗിൾ മെഡിസിൻ ആയിട്ട് കൊടുക്കാം, ദാറ്റ് ഇസ് ഡിഫറെന്റ് ഇഷ്യൂ. എന്നെ സംബന്ധിച്ച് ആ പേഷ്യന്റ് റിലീഫ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക്, കാരണം നമ്മൾ ഡെത്ത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ലൂക്കോസൈറ്റോപീനിയ, ഡെങ്കിക്കൊക്കെ നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യത്യാസം വരും. ഏത് മെഡിസിനാ സാറത്തെ? ആസിഡ് സക്സിനം, ആസിഡ് സക്സിനോ, ആ, ബെറീലിയം മെറ്റ്. ബെറീലിയം മെറ്റ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതോ ടൈം? റഞ്ചിത അഭിപ്രായം പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ. ആ ഡോക്ടറെ, നല്ല ക്ലാസ് ആയിരുന്നു. ഇതുപോലെ ഞാനൊരു തുടക്കക്കാരിയാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറിന് തന്നെ പറഞ്ഞ് പേടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ കുട്ടികൾ വന്ന് ചുമക്കണ കാണുമ്പോ തന്നെ പേടിയാണ് ശരിക്കും പറഞ്ഞ. അപ്പോ ഇത് ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നമുക്ക് ഡോക്ടർ പറഞ്ഞാൽ ജസ്റ്റ് കേൾക്കുക മാത്രമല്ല, ഈ കേട്ട റെമഡീസ് ഒക്കെ പോയി ഓരോ മെറ്റീരിയൽ റെഫർ ചെയ്തിട്ട് നമുക്കത് ഇൻഡിക്കേഷൻസ് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് പറ്റട്ടെ എന്ന് എന്നെ പോലെ തന്നെയുള്ള എല്ലാ വിദ്യാർത്ഥികളോടും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോടും ഞാൻ പറയാണ്. അപ്പൊ ഡോക്ടറിന് IFPHന്റെ പേരിലുള്ള ഇത്ര നല്ല രീതിയിൽ ഡോക്ടറിന്റെ ചികിത്സാനുഭവങ്ങളും കഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചു തന്നതിനും IFPHന്റെ പേരിലും എല്ലാ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരുടെയും പേരുള്ള നന്ദി ഞാൻ പറയുകയാണ്. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് ഇന്നലെ ഡോക്ടർ നസീല, യങ് ബഡ്ഡിംഗ് ഡോക്ടറാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടേഴ്സിലൊന്നാണ് ഡോക്ടർ നസീല. ക്ലാസ് വെച്ചെന്നാണ്, എല്ലാം പൊട്ടൻഷ്യല് എക്സ്പേർട്ടാണ്. കിട്ടിയിട്ടില്ല. നമ്പർ തരാമെങ്കിൽ നമ്മള് ഞാൻ വിളിക്കാം, ഞാൻ പറയാം ഡോക്ടറെ. ഡോക്ടർ നസീല ഇന്നലെ ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തു. ഇതായിരുന്നു, റൈനൈറ്റിസ് ആയിരുന്നു. പക്ഷെ അതിന്റെ കൂടെ അവരുടെ ഒരു എക്സ്പീരിയൻസ്, എല്ലാം പൊട്ടൻസി, ഞാൻ ഇന്നവരെ എല്ലാം പൊട്ടൻസി കൊടുത്തിട്ടില്ല. എൻ്റെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ്. പക്ഷെ ഷീ മെയ്ഡ് തിങ്സ് സോ, എന്താ പറയുക, അത്രയ്ക്കും നമ്മൾ എളുപ്പത്തിലാക്കി. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ഒരു നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ചെയ്യുന്ന അത്രയും നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ നമ്പർ തരാം. കാരണം വൺ ഓഫ് ദ റെയർ ആണ്, എല്ലാം പൊട്ടൻസിയിലൊക്കെ ഇത്രയും ചെറിയ, ജസ്റ്റ് അറൌണ്ട് 30s എല്ലാം പൊട്ടൻസിയിൽ ഒരു എക്സ്പേർട്ട് ആവണമെങ്കിൽ നമ്മളൊക്കെ അവരെ വി ഷുഡ് അപ്രീഷിയേറ്റ്, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. ഫസ്റ്റ് ടൈം ഇന്നലെ ഞങ്ങൾക്ക്, ഫസ്റ്റ് ടൈം അവരുടെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇന്നലെ ക്ലാസ് എടുത്തത്. വൺ ഓഫ് ദ ഗുഡ് ക്ലാസ്. ഓക്കെ, ക്ലാസ് ഡിസ്മിസ് ചെയ്യാം. എല്ലാവർക്കും ശുഭനിദ്ര, സുഖനിദ്ര. എല്ലാവർക്കും നന്ദി.